ഷെഫീദ് ഫുട്ബോൾ പിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടുന്നത് ബാംഗ്ലൂർ എഫ് സി ആണ്. ബാംഗ്ലൂർ എഫ് സിയുടെ ഹോം ഗ്രൗണ്ടായ ശ്രീ കണ്ഠീരവ സ്റ്റേഡിയത്തിലാണ് ഇന്നത്തെ മത്സരം. ഇന്ത്യൻ സമയം രാത്രി 7:30. പുതിയ സീസണിൽ നിലവിൽ 10 റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ 20 പോയിന്റുമായി ബാംഗ്ലൂർ എഫ് സി നിലവിൽ പോയിന്റ് ടേബിളിൽ 2ാം സ്ഥാനത്താണ് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പോയിന്റ് ടേബിളിൽ. ബ്ലാസ്റ്റേഴ്സിനാവട്ടെ നിലവിൽ 10 റൗണ്ട് മത്സരങ്ങൾ കളിച്ചപ്പോൾ 11 പോയിന്റാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ സമ്പാദ്യം. പുതിയ സീസണിൽ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഹോം മത്സരങ്ങളിലൊന്നും അത്ര മികച്ച പ്രകടനമല്ല ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചിരുന്നത്. എവേ മത്സരത്തിന് ബ്ലാസ്റ്റേഴ്സ് പോകുമ്പോൾ ഈ ഒരു മത്സരത്തിൽ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം ഈ സീസണിലെ എവേ മത്സരങ്ങളിലെ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനം തന്നെയാണ്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ഒഡീഷ എഫ് സിക്കെതിരെയും സമനില വഴങ്ങിയപ്പോൾ മുഹമ്മദൻ സ്പോർട്ടിങ്ങിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് ആ മത്സരം വിജയിക്കാൻ കഴിഞ്ഞിരുന്നു. അതിനുശേഷം നമുക്കറിയാം മുംബൈ സിറ്റിക്കെതിരെ ഏറ്റവും മികച്ച പ്രകടനം എവേ മത്സരങ്ങളിൽ കാഴ്ചവെച്ചെങ്കിലും പെപ്രയുടെ ശരിക്കും ആ ഒരു റെഡ് കാർഡ് മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റിയതാണ് ശരിക്കും നമ്മൾ കണ്ടതാണ്. അതായത് 4 എവേ മത്സരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ സീസണിൽ കളിച്ചപ്പോൾ 4ലും ഏറ്റവും മികച്ച പ്രകടനമാണ് ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചത്. ശരിക്കും ഹോം മത്സരങ്ങളിലായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ മികച്ച പ്രകടനം വന്നിരുന്നത്. ഈ സീസണിൽ നേരെ തിരിച്ചാണ്. ബ്ലാസ്റ്റേഴ്സ് എവേ മത്സരങ്ങളിലാണ് ഈ സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. ഹോം മത്സരങ്ങളിൽ തീർത്തും നിറം മങ്ങിയ പ്രകടനമായിരുന്നു. സ്ഥിരതയാർന്ന പ്രകടനം ഹോം മത്സരങ്ങളിൽ ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ശ്രീ കണ്ഠീരവ സ്റ്റേഡിയത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നത്തെ മത്സരത്തിൽ ബാംഗ്ലൂർ എഫ് സിയെ നേരിടുമ്പോൾ പ്രതീക്ഷ നൽകുന്ന കാര്യം ഈ സീസണിൽ കളിച്ച 4 എവേ മത്സരങ്ങളിലും അവർ കാഴ്ചവെച്ച പ്രകടനം തന്നെയാണ്. എന്തായാലും ബാംഗ്ലൂർ എഫ് സി നമുക്കറിയാം ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആണ്. ബാംഗ്ലൂർ എഫ് സിയുടെ പോസ്റ്റിലേക്ക് ആദ്യമായി ഈ സീസണിൽ ഗോൾ അടിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ്. കൊച്ചിയിൽ ബ്ലാസ്റ്റേഴ്സും അതുപോലെ ബാംഗ്ലൂർ എഫ് സിയും മത്സരിച്ചത് 1-3 ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടെങ്കിലും ആ മത്സരത്തിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് കേരള ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നു. നമുക്കറിയാം ഡിഫൻസിലെ അതുപോലെ തന്നെ ഗോൾ കീപ്പർ സോംകുമാറിന്റെ മിസ്റ്റേക്കിലൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സ് അന്ന് പരാജയപ്പെട്ടത്. അതായത് ശരിക്കും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ മത്സരത്തിൽ ബാംഗ്ലൂർ എഫ് സിക്കെതിരെ വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നവസദോയി കഴിഞ്ഞ മത്സരത്തിൽ എഫ് സി ഗോവക്കെതിരെ നിറം മങ്ങിയെങ്കിലും അതിനു മുമ്പ് ചെന്നൈക്കെതിരെയൊക്കെ ഏറ്റവും മികച്ച പ്രകടനം, ഒറ്റയാൾ പോരാട്ടം, ശരിക്കും മത്സരത്തിന്റെ ഗതി നിർണ്ണയിക്കാൻ അല്ലെങ്കിൽ മാറ്റിമറിക്കാൻ കഴിവുള്ള താരമാണ് നവസദോയി. പെപ്രയും ജിമിനസും കൂടാതെ അഡ്രിയാൻ ലൂണയും ഒക്കെ മികച്ച പ്രകടനം കാഴ്ചവെക്കേണ്ടതുണ്ട്. ഡിഫൻസിലെ പ്രശ്നങ്ങൾ തന്നെയാണ് ശരിക്കും ബ്ലാസ്റ്റേഴ്സിന് ഈ മത്സരത്തിലും തലവേദന സൃഷ്ടിക്കാൻ പോകുന്നത്. പക്ഷേ ശരിക്കും കഴിഞ്ഞ മത്സരത്തിൽ കൊച്ചിയിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ ബാംഗ്ലൂർ എഫ് സി നേരിട്ടപ്പോൾ ബാംഗ്ലൂർ എഫ് സിക്ക് ശരിക്കും ഈ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ആധിപത്യത്തോടു കൂടിയുള്ള മത്സരമായിരുന്നു ബാംഗ്ലൂർ എഫ് സിക്കെതിരെ. ആ മത്സരത്തിൽ ശരിക്കും നമുക്കറിയാം ആദ്യം ഗോൾ പ്രീതം കോട്ടാലിന്റെ ഒരു മിസ്റ്റേക്കിൽ നിന്നും രണ്ടാമതൊരു ഗോൾ വരുന്നത് ശരിക്കും സോംകുമാറിന്റെ ഗോൾ കീപ്പറുടെ മിസ്റ്റേക്കിൽ നിന്നുമാണ്. എന്നിട്ടും ആ മത്സരത്തിൽ 3 ഗോളിനും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുമ്പോഴും ഏറ്റവും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരുന്നത്. എന്തായാലും ബാംഗ്ലൂർ എഫ് സിക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ശ്രീ കണ്ഠീരവ സ്റ്റേഡിയത്തിൽ ഇറങ്ങുമ്പോൾ ഈ ഒരു മത്സരം വിജയിക്കാനുള്ള ശരിക്കും ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യം ഈ സീസണിൽ കളിച്ച 4 എവേ മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ച മികച്ച പ്രകടനം തന്നെയാണ്. എന്തായാലും ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 7:30 ശരിക്കും ബാംഗ്ലൂർ എഫ് സി ബ്ലാസ്റ്റേഴ്സ് പോരാട്ടം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഏറ്റവും ആവേശകരമായ ഡെർബി പോരാട്ടങ്ങളിൽ ഒന്നാണ്. എന്തായാലും മികച്ചൊരു പോരാട്ടത്തിന് വേണ്ടി തന്നെയാണ് ആരാധകരൊക്കെ കാത്തിരിക്കുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും മികച്ചൊരു പോരാട്ടം തന്നെ ഇന്ന് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും എത്താം. എന്തായാലും ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും മികച്ചൊരു പ്രകടനം ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും കൂടുതൽ വീഡിയോയുമായി വീണ്ടും എത്താം. നന്ദി.